പുതിയ ഓഫീസേഴ്സ് they are not going the extra mile. ഞാൻ എൻ്റെ ഒരു റിസ്ക് ടേക്കിങ് ഇല്ല എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും എല്ലാം ഭരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇതായിട്ട് നിൽക്കാൻ, അനുകൂലമായിട്ട് നിൽക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടെന്ന് പേടിയാണ് ബേസിക് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ച ആൾക്കാർക്ക് ഈ ഒരു റിസ്ക് എടുക്കാനായിട്ട് കഴിയില്ല. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും ഞാൻ എൻ്റെ ഒരു ഔട്ട്ലുക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് നമുക്കൊരു വി ആർ ഓൾ സോ ഫോർച്ചുനേറ്റ്. ഈ IAS നമ്മുടെയൊക്കെ വലിയ ബുദ്ധിമുട്ട് മാത്രമാണ്. ഈ 10 ലക്ഷം പേര് എഴുതുന്നു, അതിൻ്റെ അകത്ത് 1 ലക്ഷം പേര് പ്രിലിമിനറി പാസ്സായി വരുന്നു, അതിൻ്റെ അകത്ത് നമ്മൾ ഈ 1000-1200 പേരെയാണ് ഈ ഫുൾ സെൻട്രൽ സർവീസിലേക്ക് ഒരു കൊല്ലം എടുക്കുന്നത്. അതിൻ്റെ അകത്ത് ആദ്യത്തെ 100 പേരാണ് നമ്മൾ കയറുന്നത്. ഇത് നമ്മളെക്കാളൊക്കെ ഞാൻ എപ്പോഴും തോന്നി എത്രയോ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ക്ലർക്കിനെ നമ്മൾ കാണും. യു ഹാവ് ബീൻ ജസ്റ്റ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു ബി ഇൻ ദാറ്റ് എന്ന് വിശ്വസിക്കും. എന്നെക്കാളും എത്രയോ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ക്ലറിക്കൽ സ്റ്റാഫ്. അന്നേരം നമ്മൾ യു ഷുഡ് ലുക്ക് അറ്റ് ഇറ്റ്. യു ബീൻ ഫോർച്ചുനേറ്റ് ഇനഫ് ടു ബി ഇൻ ദിസ് സർവീസ് and you have been given this sort of a protection, security of job, decent salary to ensure that you do something for the good of the people. പണമാണ് നിങ്ങളുടെ നോക്കുന്നത്. യു ഷുഡ് ക്വിറ്റ് നൗ ആൻഡ് ജോയിൻ ദി പ്രൈവറ്റ് സെക്ടർ. ആ ഒരു നിങ്ങൾ അത്ര വലിയ മിടുക്കനാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടർ വിൽ ടേക്ക് യു. ഇല്ലേ, ഞാൻ ലോജിക്കലായിട്ട് പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ മാത്രം മണ്ടനാണ് ഇതിനകത്ത് കയറുന്നത്. വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പൻ ഇസ് നോബഡി വാണ്ട്സ് ടു ടേക്ക് എനി. എന്നുവെച്ചാൽ നമുക്കൊരു, ഞാൻ ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് IAS ഓഫീസേഴ്സിന് IPS എല്ലാവർക്കും വേണം. ഇപ്പോൾ എല്ലാവരും ദിയർ ഓൺ സ്മോൾ ലിറ്റിൽ തിങ്സ്. ഇവർ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തു അത് വലിയ ഹൈലൈറ്റ് ചെയ്ത് നടക്കുക എന്നുള്ളത് ഇപ്പം ഞാൻ ചെയ്ത പോലെ. അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ആരാ ഉള്ളത്? ഇപ്പോഴും ഞാൻ പറഞ്ഞു 25 കൊല്ലമായി എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തിട്ട്. ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ വി ഹവ് സെറ്റ് മോഡൽസ് ചെയ്യാം. എന്തുകൊണ്ട് ആൾക്കാർ ചെയ്യുന്നില്ല? അത് അതിൻ്റെ അകത്തുള്ള ആ ഒരു സർവീസ് ഓറിയൻറ്റഡ് കുറവാണെന്നാണ് എൻ്റെ തോന്നുന്നത്. അല്ലെങ്കിൽ റിസ്ക് ടേക്കിങ്. എല്ലാവരും നോക്കും ഞാനെന്തിനാണ് ചെയ്യുന്നത്. പക്ഷേ യു ഷുഡ് ലുക്ക് അറ്റ് ഇറ്റ് അതർ വേ. യു ഹവ് ബീൻ ദ ഫോർച്ചുനേറ്റ് one in 100 out of 10 lakhs people who have written this exam. You have been fortunate enough to get in. ഇതിനേക്കാളൊക്കെ എത്ര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അന്നേരം നമുക്കൊരു സർവീസ് ഉണ്ട്. നമ്മൾ എന്തിനാണ് ഇതിൻ്റെ അകത്ത് കയറുന്നത്? പണം ഉണ്ടാക്കാൻ യു ഗോ ടു ദ പ്രൈവറ്റ് സെക്ടർ. ഇഫ് യു ആർ ഇൻ ടു ദ ഗവൺമെൻറ് സെക്ടർ യു ഷുഡ് ബി കമ്മിറ്റഡ് ടു ദ പീപ്പിൾ ഓഫ് കേരള, ടു ദ വിച്ച് എവർ സ്റ്റേറ്റ് യു ആർ ഇൻ. അങ്ങനെയാകുമ്പോൾ ഈ കറപ്ഷൻ വരില്ല. ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു പേപ്പറിൽ ഒരു പെൺകുട്ടി ട്രെയിനി ആയിട്ട് കയറിയിട്ട് അതിന് ഓടി കാറുമായിട്ട് കണ്ടില്ലായിരുന്നു മഹാരാഷ്ട്രയിൽ അവരെ ട്രാൻസ്ഫർ. എന്തൊരു സച്ച് എ ഡിസ്ഗ്രേസ് ആക്ച്വലി. ആ ഒരു സർവീസ് ഓറിയൻറ്റഡ് കുറഞ്ഞു എന്നുള്ളതാണ് റിസ്ക് ടേക്കിങ്. പിന്നെ ആർക്കും ഒരു പുതിയതായിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കാനോ ചിന്തിക്കാനായിട്ടുള്ള കുറവായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാനൊക്കെ എന്ന് പറയും നമ്മളിങ്ങനെ കുറേ ഇപ്പം ഞാൻ 100 ഐഡിയ ഞാൻ ആലോചിച്ചതിനകത്ത് ആയിരിക്കും 5 ഐഡിയ നമുക്ക് വർക്കബിളായിട്ട് തോന്നും. അതിൻ്റെ അകത്ത് വല്ല 1-2 ആയിരിക്കും ആക്ച്വലി വർക്കബിൾ. പക്ഷേ ഇഫ് യു ഡോണ്ട് തിങ്ക് വാട്ട് വിൽ ഹാപ്പൻ. ഇപ്പം ഈ സോളാർ പാനൽ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വാസ് സച്ച് എ സിമ്പിൾ തിങ്. പക്ഷേ നോബഡി തോട്ട് ദാറ്റ് ഇറ്റ് കുഡ് ബി ഡൺ. അങ്ങനെ ഇപ്പം പോലും ഈ കാണുന്ന ഞങ്ങൾ CAL ആക്ച്വലി ഹാസ് ഡൈവേഴ്സിഫൈഡ് ഇൻ ടു ഹൈഡൽ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ചെയ്തതിന് ശേഷം അതൊക്കെ ഞാൻ ചെയ്തിട്ട് തീർന്ന. ഞാൻ ഈ ഇലക്ഷൻ ആയത് കാരണം അതൊന്നും ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പോന്നു കഴിഞ്ഞപ്പോഴത്തെ ഇലക്ഷൻ കഴിഞ്ഞ് ഗവൺമെൻറ് ഇത് വന്നു, ഞാൻ പോന്നു. അതെല്ലാം അവരുടെ ക്രെഡിറ്റ്. അന്ന് ഒരൊറ്റ എനിക്ക് ഏറ്റവും സങ്കടം ഈ CAL ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇറ്റ്സ് ഇക്വിറ്റീസ് 150 crore rupees. ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു പ്രോജക്റ്റ് പോലും എടുത്തിട്ടില്ല. കാരണം അവർ നമ്മളൊരു ലോജിസ്റ്റിക് പാർക്ക് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. ഒരു ഭയങ്കര ഇത്ര ക്യാഷ് കയ്യിലല്ലേ ഇരിക്കുന്നത്. അതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അതിലും തമാശയാണ്. ഇതെങ്ങനെ ഈ പൈസ 150 crores ഈ BPCL നിന്ന് 20 കൊല്ലത്തേക്ക് നമ്മൾ ഫ്യൂലിംഗ് റൈറ്റ് കൊടുത്തിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറയും. അന്നേരം അങ്ങനെ പറഞ്ഞ് നമ്മൾ പൈസ അവർ 150 കോടി രൂപ ഞങ്ങൾ മേടിച്ചു ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ്. ആ 150 കോടി എന്നിട്ട് നമ്മൾ കൈവച്ചിട്ട്
നമ്മൾ എന്ത് ചെയ്തു, ഈ CL ഇൻഫ്രാസ്ട്രക്ചർ ഫ്ലോട്ട് ചെയ്തു. അതിൽ ഈ CL ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ 100% BPCLയുടെ പണമാണ്. അതായത് ഈ 30 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണമല്ലോ. അന്ന് ഈ 150 രൂപ ചിലപ്പോൾ 1000 കോടി രൂപയായിരിക്കും കിട്ടുക. പക്ഷേ ആ ഇത് സാധനം നമ്മുടെ ഇല്ലായിരിക്കും. സോ യു സ്റ്റിൽ മേക്ക് മോർ മണി. മറ്റേത് 5 കോടി രൂപയ്ക്ക് നമ്മൾ കൊടുത്ത സാധനം ഇപ്പം 350 കോടി രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് കിട്ടി. ആ പണം വെച്ചിട്ടാണ് CL ഇൻഫ്രാസ്ട്രക്ചർ ഫ്ലോട്ട് ചെയ്തത്. ആ പണം വെച്ചിട്ട് ആണ് ഈ സോളാർ ചെയ്തത്. ആ സോളാർ ഇനിയും ദേ ഷുഡ് ഹാവ് ഗോൺ ഇൻ പമ്പ്ഡ് സ്റ്റോറേജ്. എന്തെല്ലോ നമ്മുടെ ഈ പകൽ വരുന്ന പവർ എടുത്തിട്ട് പമ്പ്ഡ് സ്റ്റോറേജ്, ഇടുക്കിയിൽ നിന്ന് താഴോട്ട് വരുന്ന വെള്ളം പിന്നെയും പകൽ അടിച്ചു കയറ്റുക മുകളിലേക്ക് സോളാർ പവർ വെച്ചിട്ട്. അത് ചെയ്യാൻ പോവുകയാണ് അവർ. അതുപോലെ അവരുടെ ആ 4 ജനറേറ്റർക്ക് പകരം 8 ജനറേറ്ററാണ്. എന്നിട്ട് രാത്രി മാത്രം അടിച്ചാലും മതി. എന്തെല്ലാം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. യു ഷുഡ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമ്മളെ പല IAS ഉദ്യോഗസ്ഥരും, ഞാനിത് എല്ലാവരോടും പറയുന്നത്, അവരോടും ഞാനൊരു മോഡൽ ഉണ്ടാക്കി തന്നു. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരെണ്ണം പോലും ശരിയാക്കാൻ പറ്റും. എനിക്ക് ഒത്തിരി ലക്കുള്ളൊരു മനുഷ്യനാണ്, അത് കാരണമാണ് ഇതൊക്കെ നടന്നത്. പക്ഷേ ആ കമ്മിറ്റ്മെൻറ്റാണ് അതിന് വേണ്ടത്. പക്ഷേ ഇത്രയും IAS ഓഫീസേഴ്സിന് ഇത്ര സൗകര്യം കിട്ടിയിട്ട് ഷുഡ് ബി ആക്ച്വലി റിസ്ക് ടേക്കിംഗ്, ഭയങ്കരമായ റിസ്ക് ടേക്കിംഗ്. പക്ഷേ യുവർ സെക്യൂരിറ്റി ആര് നോക്കിയാലും നമ്മൾ കൈക്കൂലി മേടിക്കാത്തടത്തോളം കാലം ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടില്ല. ആരെങ്കിലും അബദ്ധം കാണിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പിരിച്ചു വിട്ടിട്ടുണ്ട്. കൈക്കൂലി മേടിച്ചിട്ട് പിരിച്ചു വിട്ടില്ല. പിന്നെയാണോ ഇത് ആക്ച്വലി എന്തുകൊണ്ട് IAS ഓഫീസേഴ്സ് റിസ്ക് എടുക്കുന്നില്ല എന്നുള്ള ആക്ച്വലി ഇറ്റ്സ് എ ബിഗ്. ഞങ്ങളൊക്കെ എന്തൊരു പേര് ഇപ്പം ഞങ്ങളുടെയൊക്കെ കണ്ട T. ബാലകൃഷ്ണൻ, ജയകുമാർ, പക്ഷേ എന്തൊരു ഈ അമിതാഭ് ബച്ചൻ, അവരൊക്കെയല്ലേ ഈ കേരളത്തിലെ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ ഇത് ആ ഒരു റിസ്ക് ടേക്കിങ് വരും. ഇപ്പം ഞാൻ മാത്രമുള്ളൂ ഇത്രയും ഇത് ഒരു കുറച്ചും മണ്ടത്തരം കൊണ്ടാണെന്ന് വിചാരിച്ചുള്ളൂ. അന്ന് ബോധമില്ലാത്താരും പക്ഷേ ഇന്നും ഞാൻ പറയും ഈ വാട്ടർ വേ ചെയ്യുക, ഈ എക്സ്പ്രസ് ഹൈവേയുടെ ഇപ്പോഴും നമുക്ക് വേറെ ദർ ആർ ഓൾട്ടർനേറ്റീവ്സ് ലൈക്ക് ശബരിമലയിലേക്ക്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് ശബരിമലയിലേക്ക് ഈ റെയിലിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു വലിയ റോഡ് പണിയാൻ മേലെ. ഏതായാലും അവിടെ ആൾക്കാരെല്ലാം അടുത്തു ഈ റെയിലിൽ എടുക്കുക. അവർ ദേ ഡോണ്ട് ഡു എനിത്തിങ്. യു ടേക്ക് അനദർ 50 or 60 ഈ ടാറിങ് നടത്തി കാണുന്നിടത്തെല്ലാം ഈ BNBC ചെയ്യുന്നതിന് ഏതെങ്കിലും നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് 30 വർഷമായിട്ട് ഏതെങ്കിലും ഒരു പുതിയ റോഡ് വന്നിട്ടുണ്ട് ഇല്ല. ഞാൻ പണിതാണ് ഈ എയർപോർട്ട് സീപോർട്ട് റോഡുണ്ടല്ലോ, അത് RBDCക്ക് ഞാൻ ചെയ്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് 2002 തീർത്താ ഞങ്ങൾ. അതിനൊരു എക്സ്റ്റൻഷൻ പോലും നടത്താൻ പറ്റിയിട്ടില്ല. 20 years from now